സുഹൃത്തുക്കളെ നമസ്കാരം. ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ ലോകത്ത് അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. അത്തരമൊരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. 21-ാം നൂറ്റാണ്ടിലെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാ ഇവിടെയുണ്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഈ കരാറിൻ്റെ പ്രകമ്പനം കൊണ്ട് വിറയ്ക്കുന്നത് നമ്മുടെ തലയ്ക്ക് തീയിടാൻ നടക്കുന്ന 3 രാജ്യങ്ങളാണ്: തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. വർഷങ്ങളായിട്ട് യൂറോപ്യൻ വിപണിയിൽ ഇവരെ അനുഭവിച്ചു പോകുന്ന കുത്തക തകർന്നടിയാൻ പോവുകയാണോ? തുർക്കി ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന പിൻവാതിൽ ഇന്ത്യ എങ്ങനെയാണ് തന്ത്രപരമായി അടച്ചുപൂട്ടിയത്? യൂറോപ്പിലേക്ക് വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്ത് ജീവിച്ചിരുന്ന പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ കരാർ എങ്ങനെയാണ് മരണമണി മുഴക്കുന്നത്? വസ്തുതകളുടെയും കണക്കുകളുടെയും കേസ് സ്റ്റഡികളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഇന്ത്യ എഴുതി ചേർത്ത, എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത റൂൾസ് ഓഫ് ഒറിജിൻ എന്ന കർശന വ്യവസ്ഥയാണ്. ഈ ഒരൊറ്റ വ്യവസ്ഥയിലൂടെയാണ് ഇന്ത്യ തുർക്കിയെ വെട്ടിലാക്കിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. തുർക്കി എന്ന് പറയുന്നത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെ ഇടയിൽ കിടക്കുന്ന പാലം പോലെയുള്ള ഒരു രാജ്യമാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് കസ്റ്റംസ് യൂണിയനുള്ള രാജ്യമാണ് തുർക്കി. കസ്റ്റംസ് യൂണിയനുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം തുർക്കിയിൽ നിർമ്മിക്കുന്നതോ അഥവാ തുർക്കി വഴി വരുന്നതോ ആയ വ്യവസായ ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ യൂറോപ്പിലേക്ക് കടക്കാം. വർഷങ്ങളായിട്ട് ഈ പഴുതുപയോഗിച്ചിട്ടാണ് ചൈനയും മറ്റ് പല രാജ്യങ്ങളും തുർക്കിയെ ഒരു ട്രാൻസിറ്റ് ഹബ്ബായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തുർക്കിക്ക് വലിയൊരു അത്യാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ത്യയുമായിട്ട് യൂറോപ്പ് കരാർ ഒപ്പിട്ടാൽ ആ കരാറിലെ ആനുകൂല്യങ്ങൾ പരോക്ഷമായിട്ട് തങ്ങൾക്കും ലഭിക്കും എന്നവർ കരുതി. അതായത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങളിൽ തുർക്കിയുടെ സാധനങ്ങളും തിരികെ കയറ്റാമെന്ന് അവർ കണക്ക് കൂട്ടി. പക്ഷെ ഇന്ത്യ അവിടെ ശക്തമായ ഒരു നിലപാടെടുത്തു. അതാണ് ഇന്ത്യൻ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ സ്ട്രിക്റ്റ് റൂൾസ് ഓഫ് ഒറിജിൻ. അതായത് കർശനമായ ഉത്ഭവ നിയമങ്ങൾ വേണമെന്ന് ഇന്ത്യ വാശി പിടിച്ചു. ഇതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ നേട്ടവും തുർക്കിയുടെ കോട്ടവും. ഇന്ത്യയുടെ നേട്ടം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനും തുർക്കിയും തമ്മിലുള്ള കസ്റ്റംസ് യൂണിയൻ കരാർ പ്രകാരം യൂറോപ്പിലേക്ക് നികുതിയില്ലാതെ വരുന്ന ഏത് സാധനവും തുർക്കിയിലേക്കും നികുതിയില്ലാതെ കടത്തിവിടാനായിട്ട് തുർക്കി ബാധ്യസ്ഥരാണ്. അതായത് ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന സാധനങ്ങൾ അവിടെ നിന്ന് തുർക്കിയിലേക്ക് നികുതിയില്ലാതെ, അതായത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് തന്നെ പോകും. അങ്ങനെ ഇന്ത്യക്ക് തുർക്കി വിപണിയിലേക്കുള്ള വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. പക്ഷെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ പ്രകാരമാണ് തുർക്കിക്ക് നഷ്ടം വരുന്നത്. തുർക്കിയിൽ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ആനുകൂല്യം ലഭിക്കില്ല. കാരണം ഇന്ത്യ കരാർ ഒപ്പിട്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടാണ്, തുർക്കിയുമായിട്ടല്ല. ഇന്ത്യയുടെ റൂൾസ് ഓഫ് ഒറിജിൻ പ്രകാരം ഒരു ഉൽപ്പന്നം യൂറോപ്യൻ ആണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അത് യൂറോപ്പിൽ തന്നെ നിർമ്മിച്ചതാകണം. തുർക്കിയിൽ ഉണ്ടാക്കി യൂറോപ്പ് വഴി അയച്ചാൽ നടക്കില്ല. ഇതിൻ്റെ ആഘാതം തുർക്കിയുടെ സ്റ്റീൽ, ഓട്ടോമൊബൈൽ പാർട്സ് എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാനായിട്ട് നികുതി അടയ്ക്കണം. പക്ഷേ ഇന്ത്യയുടെ സാധനങ്ങൾ തുർക്കിയിൽ നികുതിയില്ലാതെ എത്തുകയും ചെയ്യും. അതായത് ഇതൊരു വൺ വേ സ്ട്രീറ്റ് ആയിട്ട് മാറി. തുർക്കിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും യൂറോപ്പുമായിട്ടുള്ള അവരുടെ കരാറ് കാരണം അവർക്ക് ഇത് അനുസരിക്കേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാണ്: ഞങ്ങളുടെ വിപണിയിലേക്ക് പിൻവാതിലിലൂടെ ആരും പ്രവേശിക്കണ്ട, ഞങ്ങൾക്ക് നേരിട്ടുള്ള ഇടപാടുകൾ മതി. ഇനി നമുക്ക് നമ്മുടെ പടിഞ്ഞാറൻ അയൽക്കാരനായിട്ടുള്ള പാകിസ്ഥാനിലേക്കും കൂടെ ഒന്ന് വരാം. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ അഥവാ വസ്ത്ര കയറ്റുമതിയാണ്. അവരുടെ ആകെയുള്ള കയറ്റുമതിയുടെ 60% വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതുവരെ യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യയെക്കാളും വലിയ മുൻതൂക്കം പാകിസ്ഥാനുണ്ടായിരുന്നു. അത് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കൊണ്ടായിരുന്നില്ല, മറിച്ച് GSP+ എന്ന് പറയുന്ന, അതായത് ജനറലൈസ്ഡ് സ്കീം ഓഫ് പ്രിഫേർഡ് പ്ലസ് എന്നുള്ള പ്രത്യേക പദവി യൂറോപ്യൻ യൂണിയൻ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ്റെ GSP+ സ്റ്റാറ്റസ് വഴി പാകിസ്ഥാന് 66% ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ, അതായത് സീറോ ഡ്യൂട്ടിയിൽ യൂറോപ്പിൽ വിൽക്കാം. അതേസമയം ഇന്ത്യക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിൽ വിൽക്കാനായിട്ട് 12% വരെ നികുതി നൽകണമായിരുന്നു. ഈ നികുതിയിലെ വ്യത്യാസം കൊണ്ട് തന്നെ യൂറോപ്യൻ ബയേഴ്സ് പാകിസ്ഥാനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി.
എന്നാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് വരുന്നതോടുകൂടി ഈ കഥ അടിമുടി മാറും. അതായത് ഇന്ത്യയുടെ നികുതി 12% നിന്നും 0 താഴുന്നതോടുകൂടി വിലക്കുറവ് എന്ന പാകിസ്ഥാൻ്റെ ഏക അഡ്വാൻറ്റേജ് നഷ്ടപ്പെടും. ഗുണനിലവാരത്തിലും വിതരണ ശൃംഖലയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എത്രയോ മുമ്പിലാണ്. ഒരേ വിലയ്ക്ക് സാധനം കിട്ടിയാൽ ആരും ഗുണനിലവാരം കൂടിയ ഇന്ത്യൻ സാധനമേ വാങ്ങുള്ളൂ. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ GSP+ പദവി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യൂറോപ്പ് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാമെന്നുള്ള നിലയിലാണ്. പാകിസ്ഥാനികളുടെ മൂന്നാമത്തെ ദുരന്തമാണ് തൊഴിൽ നഷ്ടം. അതായത് പാകിസ്ഥാനിലെ ടെക്സ്റ്റൈൽ അസോസിയേഷനുകൾ ഓൾറെഡി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ കരാർ വന്നാൽ പാകിസ്ഥാൻ്റെ കയറ്റുമതിയിൽ 30 മുതൽ 40% വരെ ഇടിവ് വരും. അതുമൂലം ദശലക്ഷക്കണക്കിന് തൊഴിലുകളില്ലാതെയാകുമെന്ന്. ഇന്ത്യയുടേതൊരു വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് സംവിധാനമാണ്. ഇതാണ് നമ്മുടെ കരുത്തും. എന്ന് പറഞ്ഞാൽ പരുത്തി കൃഷി മുതൽ നൂൽ നൂൽക്കാനും തുണി നെയ്യാനും വസ്ത്രം തുന്നാനും എല്ലാം ഇന്ത്യക്ക് സ്വന്തം സംവിധാനങ്ങളുണ്ട്. പാകിസ്ഥാനാണെങ്കിലോ പലപ്പോഴും അസംസ്കൃത വസ്തുക്കൾക്ക് വരെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ കിഴക്കൻ അയൽക്കാരനായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ വസ്ത്ര കയറ്റുമതിക്കാരനാണ് ബംഗ്ലാദേശ്. യൂറോപ്പിലേക്ക് മാത്രമായിട്ട് 30 ബില്യൺ വസ്ത്രങ്ങളാണ് ഒരു വർഷം ബംഗ്ലാദേശ് കയറ്റുമതി ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയാണ് അത് സാധിച്ചത്? ഉത്തരം വളരെ സിമ്പിളാണ്. LDC എന്ന് പറയുന്ന ഒരു പദവി, അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി അഥവാ അവികസിത രാജ്യമെന്ന പദവി. ഈ പദവി ഉള്ളത് കൊണ്ട് യൂറോപ്പിലെ എവ്രിതിങ് ബട്ട് ആംസ് എന്ന സ്കീം വഴി, അതായത് ആയുധങ്ങൾ ഒഴികെ എന്ത് വേണമെങ്കിലും കയറ്റുമതി ചെയ്തോളൂ എന്നുള്ള സ്കീം വഴി ബംഗ്ലാദേശിന് നികുതിയില്ലാതെ സാധനങ്ങൾ യൂറോപ്പിൽ വിൽക്കാം. ഇന്ത്യക്കോ 12% നികുതി നൽകണം. ഈ ആനുകൂല്യത്തിൻ്റെ ബലത്തിലാണ് ബംഗ്ലാദേശ് ഇത്രയും കാലം യൂറോപ്പിൽ പിടിച്ചു നിന്നത്. എന്നാൽ ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് ഒരു ഇരട്ട പ്രഹരമാണ്. ഒന്നാമത്തേത് LDC ഗ്രാജുവേഷൻ, അതായത് 2026 ബംഗ്ലാദേശ് വികസ്വര രാജ്യം, ഡെവലപ്പിംഗ് കൺട്രി എന്ന പദവിയിലേക്ക് ഉയരും. 2029 അവരുടെ നികുതി ഇളവുകൾ പൂർണ്ണമായിട്ടും അവസാനിക്കും. അപ്പോൾ അവർ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിക്ക് 12% നികുതി നൽകേണ്ടതായിട്ട് വരും. കൃത്യം ഇതേ സമയത്താണ് ഇന്ത്യയുടെ FTA പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ഇന്ത്യയുടെ നികുതി 0% ആകും. അതുകൊണ്ടാണ് നമ്മുടെ വ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞത്, ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള വസ്ത്രത്തിൻ്റെ മാത്രം കയറ്റുമതി 7 ബില്യണിൽ നിന്ന് 40 ബില്യൺ ഡോളറായിട്ട് ഉയരുമെന്ന്. ബംഗ്ലാദേശ് ആണെങ്കിൽ കോട്ടൺ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്ന്. അസംസ്കൃത വസ്തുക്കളും നമ്മുടെ കയ്യിൽ, നികുതി ഇളവ് നമുക്ക്, പിന്നെ എങ്ങനെ ബംഗ്ലാദേശ് പിടിച്ചു നിൽക്കും? ഇത് കൂടാതെ ഇപ്പം തന്നെ ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സമ്പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ബംഗ്ലാദേശിലെ സകല ടെക്സ്റ്റൈൽ മില്ലുകളും അടച്ചു പൂട്ടാൻ പോവുകയാണെന്നുള്ള പ്രഖ്യാപനം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് തന്നെ വന്നിട്ടുമുണ്ട്. യൂറോപ്പിൻ്റെ പുതിയ കാർബൺ ടാക്സ്, അതായത് CBAM, വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജൻ മിഷനിലൂടെ ഇതിനെ നേരിടാനായിട്ടും തയ്യാറെടുക്കുന്നുണ്ട്. അതായത് പരമ്പരാഗത ഊർജ്ജത്തെ ആശ്രയിക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് ഈ ഗ്രീൻ സ്റ്റാൻഡേർഡ് പാലിക്കാനായിട്ട് സാധിക്കില്ല. സുഹൃത്തുക്കളെ, ഈ കരാറിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച ഇന്ത്യൻ നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഇന്ത്യ ഇത്തരം ചർച്ചാമേശകളിൽ ഇരുന്നിരുന്നത് സഹായം അഭ്യർത്ഥിക്കുന്നവരെ പോലെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ആ ചിത്രം മാറി മറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ ചർച്ചകൾ നയിക്കുന്നത് തല കുനിച്ചല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ചാണ്. അതായത് ഒരു റൂൾ ടേക്കറിൽ നിന്നും ഒരു റൂൾ മേക്കർ എന്ന പദവിയിലേക്ക് ഇന്ത്യ ഉയർന്നു. അതാണ് ഇന്നത്തെ ഇന്ത്യ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന RCEP കരാറിൽ ഒപ്പിടാനായിട്ട് എല്ലാവരും ഇന്ത്യയെ നിർബന്ധിച്ചായിരുന്നു. എന്നാൽ ഇന്ത്യ അത് ചൈനയ്ക്ക് ഗുണം ചെയ്യുമെന്നും നമ്മുടെ കർഷകരെയും വ്യവസായികളെയും തകർക്കുമെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ രാജ്യത്തിന് ഗുണമില്ലാത്ത കരാർ എനിക്ക് വേണ്ട എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം, ഒരു പൊളിറ്റിക്കൽ വില്ലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചത്. അന്ന് ആ തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് യൂറോപ്പുമായിട്ട് ഇത്ര ശക്തമായ ഒരു കരാർ പേശാനായിട്ട് നമുക്ക് സാധിക്കില്ലായിരുന്നു. രണ്ടാമതായിട്ട് തുർക്കിയെ പൂട്ടിയ തന്ത്രം.
തുർക്കി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന പിൻവാതിൽ പഴുതുകൾ കണ്ടെത്തി അത് അടയ്ക്കാൻ കാണിച്ച ജാഗ്രത ഇന്ത്യൻ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ, അതായത് ബ്യൂറോക്രസിയുടെ കാര്യക്ഷമതയും സർക്കാരിൻ്റെ കർശന നിർദ്ദേശവും വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ആത്മനിർഭർ ഭാരതും PLI സ്കീമും. ഇതൊരു ഒറ്റപ്പെട്ട നീക്കമല്ല. ഇന്ത്യയിലെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും PLI, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളും വഴി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഇന്ത്യ വിപണി തേടി ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ അടിത്തറ ബലപ്പെടുത്തിയ ശേഷം മാത്രം പാലം പണിയാൻ ഇറങ്ങിയ ആ ദീർഘവീക്ഷണമാണ് ഇന്ത്യയുടെ വിജയം. നാലാമതായിട്ട് തുല്യ ശക്തികളുടെ കൈകോർക്കൽ, അതായത് പാർട്ട്ണർഷിപ്പ് ഓഫ് ഈക്വൽസ് എന്ന് പറയും. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് കടുപ്പമേറിയ നിബന്ധനകൾക്ക് പേര് കേട്ടവരാണ്. എന്നാൽ പരിസ്ഥിതി, തൊഴിൽ നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു തുല്യ ശക്തിയായിട്ട്, അതായത് ഒരു ഈക്വൽ പാർട്ട്ണറിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഈ ഡീല് ക്ലോസ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്: ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാർ എന്നുള്ളത് കേവലം അക്കങ്ങളുടെ കളിയല്ല, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ റീസ്ട്രക്ചറിങ് ആണ്. തുർക്കിയുടെ ലൊക്കേഷൻ അഡ്വാൻറ്റേജും ഇന്ത്യയുടെ നയതന്ത്രത്തിന് മുമ്പിൽ തോറ്റു. പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും താരിഫ് അഡ്വാൻറ്റേജ് ഇന്ത്യയുടെ വിപണി കരുത്തിൻ്റെ മുമ്പിൽ തകർന്നു. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ത്യൻ കർഷകർക്കും വ്യവസായികൾക്കും 45 കോടി ജനങ്ങളുള്ള സമ്പന്നമായ ഒരു വിപണി തുറന്നു കിട്ടും. ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ചൈനയെ ആശ്രയിക്കാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ ഇന്ത്യ എന്ന ബദൽ ശക്തി ഉദയം ചെയ്യും. ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. 2027 ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും. ആ യാത്രയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ഈ കരാർ. ഒരു പുതിയ ഭാരതം ഉണരുകയാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക ഭൂപടത്തിൽ സ്വന്തം പേര് വലിയ അക്ഷരങ്ങളിൽ എഴുതി ചേർക്കുന്ന ഭാരതം. ഈ മാറ്റത്തിൻ്റെ ഭാഗമാകാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ട സമയമാണിത്. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായിട്ട് സുഹൃത്തുക്കളെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.